ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. അരിപ്പൊടിയും തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും ഈ ഒരു റെസിപ്പി. ഞാനിപ്പോൾ ഇത് ബ്ലോഗിൽ ഒത്തിരി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി. പക്ഷെ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് രണ്ട് വ്യത്യസ്ത രീതിയിൽ ഈ ഒരു സെയിം റെസിപ്പി തയ്യാറാക്കുന്നതാണ്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള പാൽ കൊഴുക്കട്ടയും രണ്ടാമത്തത് ക്യാരറ്റ് ജ്യൂസ് ചേർത്തിട്ടുള്ള പാൽ കൊഴുക്കട്ടയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഈ ഒരു രണ്ട് മെത്തേഡും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് അരിപ്പൊടി 1/2 കപ്പ് വീതം ഞാൻ 2 ബൗളിലേക്കും ഈക്വലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാ പത്തിരി ദോശയൊക്കെ തയ്യാറാക്കുന്ന റൈസ് പൗഡർ തന്നെയാണ്, വറുത്ത പൊടിയൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അത് 125 ml ആണ് ഈ 1/2 കപ്പ്. അപ്പോൾ ഇതുപോലെ മെഷറിംഗ് കപ്പ് വേണമെന്നൊന്നുമില്ല, സാധാ ഒരു കപ്പിൽ 1/2 കപ്പ് എടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം ഈ പൊടിയിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ടയുടെ മാവ് നന്നായിട്ട് സ്മൂത്തായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള കൊഴുക്കട്ടയിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരം ക്യാരറ്റ് ജ്യൂസ് ചേർത്തുള്ള കൊഴുക്കട്ട കൊണ്ടാണ് ഞാൻ മറ്റേ മെത്തേഡ് കാണിക്കുന്നത്. ഇതിപ്പോൾ ക്യാരറ്റ് ജ്യൂസ് നല്ല ചൂടാക്കി, നല്ല തിളച്ച ക്യാരറ്റ് ജ്യൂസാണ്. സാധാ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വേണം ഈ 1/2 കപ്പ് പൊടിയിലേക്ക്, അരിപ്പൊടിയിലേക്ക് നമുക്ക് ഈ ചൂട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പാകത്തിനാണ് വെള്ളം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ വെള്ളം ഒത്തിരി കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് കിട്ടില്ല, നല്ല സ്മൂത്തായിട്ട് ബോൾസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് പറയുന്നില്ല. നമ്മൾ നൈസ് പത്തിരിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് വേണം ഇതും കുഴച്ചെടുക്കാൻ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇത് നമ്മൾ പുഴുങ്ങി അല്ലെങ്കിൽ കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ അത് ഹാർഡായി പോവും, ഈ ഒരു മാവ് ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള കൊഴുക്കട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ റെഡി ആയിട്ടുള്ള മാവ് അടച്ചു വെക്കാൻ മറന്നു പോകരുത്, അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഹാർഡായി പോവും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ക്യാരറ്റ് കൊഴുക്കട്ടയും തയ്യാറാക്കാം. നല്ല തിളച്ച ക്യാരറ്റ് ജ്യൂസ് ഇതുപോലെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവാക്കി എടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഇതിലേക്കുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അല്പം വെള്ളത്തിൽ ക്യാരറ്റ് ജ്യൂസ് അടിച്ചെടുക്കുക. എന്നിട്ട് അത് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം നമ്മളത് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ക്യാരറ്റിൻ്റെ കൊഴുക്കട്ടയുടെ മാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അടച്ചു വെക്കാം ബോൾസ് ആക്കി എടുക്കുന്നത് വരെ. ഇനി നമുക്ക് ഈ മാവ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം കയ്യിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും പുരട്ടി കൊടുക്കുക, നമുക്കത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒത്തിരി ചെറിയ ബോൾസ് ആക്കി എടുക്കണം. വലുപ്പമുള്ള ബോൾസ് ആണെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ ഒത്തിരി ഒരു മടുപ്പൊക്കെ തോന്നും. അതുകൊണ്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കുറച്ച് ടൈം എടുക്കും നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ ഇതുപോലൊരു പ്ലേറ്റിൽ അല്പം പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് അത് റെഡിയാക്കി വെക്കുക. നമ്മൾ ഈ ബോൾസ് റെഡി ആയത് അതിലേക്ക് വെച്ച് കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും പ്ലേറ്റിൽ. ഇതിപ്പോൾ നല്ല ചൂട് വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്. ഞാൻ മുമ്പ് കൊഴുക്കട്ടയുടെ റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത് പത്തിരിയൊക്കെ റെഡിയാക്കുന്ന പോലെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, ഈ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചെറിയ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ടൈം എടുക്കും, എന്നാൽ പോലും നല്ല ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ചെറിയ ബോൾസ് ആക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതും നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ക്യാരറ്റിൻ്റെ കൊഴുക്കട്ട ബോൾസ് റെഡിയാക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇതും നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലേറ്റിൽ അല്പം പൊടിയൊക്കെ തൂവിയിട്ട് ഇതുപോലെ ഇതും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരേ റെസിപ്പി 2 വിധത്തിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി തോന്നുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഡെസേർട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ 2 വിധത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, 2 കളേഴ്സിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് കൊഴുക്കട്ട ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 കളേഴ്സിലാണ് നമ്മളിപ്പോൾ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ ഒരൊറ്റ ഡെസേർട്ട് നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോൾസ് ഒന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2-3 ഏലക്ക ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടി ആയാലും മതി, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്കാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാനുള്ളത്. ആദ്യം നമുക്ക് ഈ പ്ലെയിൻ ആയിട്ടുള്ള പാൽ കൊഴുക്കട്ടയുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി നേരമൊന്നും കുക്ക് ചെയ്യേണ്ട, ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട്, ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റിൻ്റെ ബോൾസും കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിവാക്കി കളയുന്നില്ല, ഇതുപോലെ ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ക്യാരറ്റിൻ്റെ ബോൾസും ഇട്ട് കൊടുക്കാം. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റിൻ്റെ ബോൾസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട്. പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്റ്റീം ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ 2 വെറൈറ്റി കൊഴുക്കട്ട റെഡിയാക്കാനുള്ള ബോൾസും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചറാണ്. അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം, ഒട്ടും വെള്ളം ഒഴിക്കാത്ത തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് ബാക്കി എന്തൊക്കെ ചേരുവകൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂണ് പാൽപ്പൊടിയും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാൽപ്പൊടി അല്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നേരിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പം പാൽപ്പൊടി മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാലുമായിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാൽപ്പൊടിക്ക് പകരം കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. പക്ഷെ നമുക്കത് കുറേ നേരം അത് കുറുക്കിയെടുക്കാൻ പറ്റില്ല ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട്. കാരണം തേങ്ങാപ്പാൽ ഒത്തിരി നേരം നമ്മൾ തിളപ്പിച്ചെടുത്താൽ അത് പിരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോവാതിരിക്കാൻ സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മധുരം വേണം, എന്നാലേ ഈ ഒരു ഡെസേർട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ 1 ടീസ്പൂണ് കോൺഫ്ലവർ ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ തേങ്ങാപ്പാൽ ചൂടാക്കുന്ന സമയത്ത് പിരിഞ്ഞു പോവാതെ സഹായിക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാരയും പാൽപ്പൊടിയും തേങ്ങാപ്പാലൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കേണ്ട, ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പാത്രത്തിലേക്ക് മാറ്റണം. കാരണം നമ്മളിപ്പോൾ ഇത് 2 വെറൈറ്റി ആയിട്ടുള്ള കൊഴുക്കട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധാ പ്ലെയിൻ കൊഴുക്കട്ടയും ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ബൗളിലേക്ക് നമുക്ക് ക്യാരറ്റ് കൊഴുക്കട്ടയും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ ഒരൊറ്റ ടൈപ്പ് കൊഴുക്കട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ചൂടായിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചറിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ ബോൾസ് ഇട്ട് കൊടുക്കാം.
ഇനി ഈ ബോൾസ് ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സറിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ഈ ബോൾസിൽ പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചർ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പാൽപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഇത് ഒട്ടും പിരിഞ്ഞു പോകുന്നൊന്നുമില്ല, ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചർ വല്ലാണ്ട് കട്ടിയാക്കി എടുക്കും വേണ്ട, കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളുടെ പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള കട്ടിയായിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു മിക്സ്ചർ. ഇപ്പോൾ ഓരോ ബോൾസിലും നന്നായിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കഴിക്കുവാണെങ്കിൽ ഒത്തിരി കട്ടിയാവും ചെയ്യും. അതുപോലെ തന്നെ ഈ റൈസ് ബോൾസ് ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിച്ച് തീർക്കണം. ഇനി അഥവാ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് വേണം കഴിക്കാൻ. എന്നാൽ മാത്രമേ ആ റൈസ് ബോൾസ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ക്യാരറ്റിൻ്റെ റൈസ് ബോൾസും അതുപോലെ സാധാ റൈസ് ബോൾസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാൽ കൊഴുക്കട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡെസേർട്ടാണിത്. കാരണം തേങ്ങാപ്പാലിൻ്റെ ഡെസേർട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ പാൽ കൊഴുക്കട്ട, നമ്മൾ കളറൊന്നും ആഡ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ള പാൽ കൊഴുക്കട്ട ഇതുപോലെ ഇരിക്കും. നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ക്യാരറ്റിൻ്റെ കൊഴുക്കട്ടയും. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു തായ് ഡെസേർട്ട് ഉണ്ട്, ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിൽ ഈ റൈസ് ബോൾസ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ അല്പം കളേഴ്സും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് പല കളേഴ്സായിട്ടുള്ള റൈസ് ബോൾസിൽ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചറും കൂടി ചേർത്തിട്ടാണ് ഒരു ഡെസേർട്ട് കഴിക്കുന്നത്. തായ് ഡെസേർട്ടാണ്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ പിന്നെ അത് കളേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.